ഒരു സവാളയും 2 തക്കാളിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ തക്കാളി കുറുമ. മറ്റ് പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇതിൽ ചേർക്കണ്ട. ഇത് ഇഡലിക്കും ദോശയ്ക്കും ചപ്പാത്തി, പൂരി, അപ്പം, പുട്ട്, ഉപ്പുമാവ് എല്ലാത്തിനും പറ്റിയ നല്ലൊരു കറിയാണ്. കുട്ടികളെയൊക്കെ ഇഡലി കഴിപ്പിക്കാനും ഫുഡിലൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ചുമ്മാ ഇഡലിയിൽ ഒരു ഡിസൈൻ ചെയ്തെടുത്താണ്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ആദ്യം കുറുമ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു അരപ്പ് അരച്ചെടുക്കാനായിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 കശുവണ്ടി ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാല ഐറ്റം: ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു വലിയ ഏലക്ക, 2 ഗ്രാമ്പു, 2 പീസ് കാണുന്നത് കൽപ്പാസിയാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. ഒരു 1/2 സ്പൂൺ വലിയ ജീരകം, പെരുംജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നോക്കി എടുക്കണം. അതിൽ ഒരു തക്കാളി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുക. ഇനി 1/2 സ്പൂണിന് താഴെയായിട്ട് കസകസ, പോപ്പി സീഡ് കൂടെ ചേർക്കുക. തക്കാളി ഉള്ളത് കാരണം ആദ്യമേ തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ആവശ്യമുണ്ടെങ്കിൽ അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു മാറ്റി വയ്ക്കുക. ഇവിടെ ഞാനൊരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി. ഒരു സവാള എടുത്തിട്ടുണ്ട്, വലിപ്പമുള്ള ഒരെണ്ണം. കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ ചേർക്കുക. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും വഴന്ന് വരണ്ട. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ ഇളക്കിയെടുക്കുക. സവാള തീരെ കനം കുറഞ്ഞ് അരിയണം എന്നൊന്നുമില്ല. കുക്കറിൽ വിസിൽ അടുപ്പിച്ചെടുക്കുമല്ലേ, അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിക്കോളും. സവാള ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് വന്നോളും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 10-12 ഇല പുതിന ചേർക്കുക. പുതിന ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു കുറുമയ്ക്ക്. കൂടെ തന്നെ വളരെ കുറച്ചായിട്ട് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 സെക്കൻഡ് പോലും വേണ്ട. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇലയൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതായിട്ടുണ്ട്. ഇനി തീ നല്ലവണ്ണം കുറച്ചിട്ട് പൊടികൾ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മുളക് പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുക. മുളക് പൊടി മല്ലിപ്പൊടി ഒത്തിരി ചേർക്കരുത്, വളരെ കുറച്ച് മതി. ഇത് 4-5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. തീയെ നല്ലവണ്ണം കുറച്ചിട്ട് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് മൂത്ത് വന്നാൽ മതി. ഒരു 10 സെക്കൻഡിനുള്ളിൽ ഇത് മൂത്ത് വന്നോളും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 തക്കാളിയാണല്ലോ എടുക്കുന്നത്. ഒന്ന് അരയ്ക്കാൻ ചേർത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർക്കുക. ഇനി തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി. ഒത്തിരി ഒന്ന് കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത കാരണം പെട്ടെന്ന് വാടി കിട്ടിക്കോളും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം സൈസ് സവാള എടുക്കുന്നെങ്കിൽ മീഡിയം സൈസ് 2 തക്കാളി എടുക്കുക. ആ ഒരു കണക്കിൽ ചേർക്കുക. ഇതായിട്ടുണ്ട്. ഒത്തിരി ഒന്നും വഴറ്റണ്ട. ഇനി ഇതിലോട്ട് നല്ലവണ്ണം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ആ മിക്സർ ജാറിനകത്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ഒഴിക്കുക. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാം. ഒത്തിരി തിക്കും ആകരുത് ഈ കറി, ഒത്തിരി ലൂസും ആകരുത്. ഇത് കുറച്ച് തിക്കാണ്. അല്പം കൂടി വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യുക. പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. കറിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് വെള്ളം ചേർത്ത് ചാറ് കൂട്ടരുത്. അതുകൊണ്ട് ഇപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. പാകം അല്ലെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വിസിലടുപ്പിച്ചെടുക്കണം. എൻ്റെ ഇത് ചെറിയ കുക്കറാണ്. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിലടുപ്പിക്കുന്നുണ്ട്. വലിയ കുക്കറാണെങ്കിൽ 2 വിസിൽ മതിയാകും. വിസിലടിച്ച ഉടനെ തന്നെ ഇത് തുറക്കരുത്. അതിൻ്റെ പ്രഷർ നല്ലവണ്ണം പോയതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ കറിയൊക്കെ എണ്ണയൊക്കെ പിരിഞ്ഞിട്ട് നല്ല ടേസ്റ്റും അന്നേരമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ മസാലയുടെ ടേസ്റ്റൊക്കെ നല്ലവണ്ണം ഇറങ്ങും. ഇനി മല്ലിയില ചേർത്തിരിക്കണം. ഒട്ടും നനവില്ലാതെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലൂടെ ചേർക്കുക. മിക്സ് ചെയ്തെടുക്കുക. മിതമായ ഒരു പുളിയാണ് ഈ കറിക്ക് നല്ലത്. നിങ്ങളെടുക്കുന്ന തക്കാളിയുടെ അനുസരിച്ചിരിക്കും. ഈ സമയത്ത് അല്പം പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. പുളി ബാലൻസായി കിട്ടും.
ഇതിൻ്റെ ചാറിന് ഈ ഒരു കട്ടിക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് അളവാണ്. തിളയ്ക്കുന്ന ചൂടിനേക്കായി കുറച്ചുകൂടെ ഒന്ന് ചൂടാറി ചെറു ചൂടോടുകൂടി ആകുമ്പോഴത്തേന് ഈ കറി നല്ല ടേസ്റ്റ് ആകുന്നത്. അതായത് കുറച്ച് ഇരിക്കും തോറും ഇതിനൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. തക്കാളി കുറച്ച് കഷ്ണങ്ങളായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ വലിയ പീസാക്കിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തീരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി, കുഴപ്പമൊന്നും തന്നെയില്ല. ഇനി ഇതിൽ കടുക് താളിക്കുന്ന പരിപാടികളൊന്നും തന്നെയില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മസാലക്കറിയാണ്. ഇനി ആ ഇഡലിയിൽ പൂ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടോളൂ. തട്ടിലെ എണ്ണ തേച്ചിട്ട് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയിലയാണെങ്കിലും എടുക്കാം, മല്ലിയില കുറച്ചൊന്ന് ചുരുങ്ങി വരുമെന്ന് മാത്രം. മുരിങ്ങയിലയാണ് നല്ലത് കൂടുതൽ. പിന്നെ ക്യാരറ്റ് വെച്ച് ഒരു പൂ ഷേപ്പിൽ കട്ടർ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടർ ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ, കനം കുറഞ്ഞ് റൗണ്ട് ഷേപ്പിൽ എടുത്താലും മതി. ബീറ്റ്റൂട്ട് ആയാലും മതി. ബീറ്റ്റൂട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡലിയുടെ കളറൊന്ന് റെഡ് ഒന്ന് സ്പ്രെഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കുക. തട്ടെടുത്ത് ചൂടോടുകൂടി തന്നെ തട്ടിൻ്റെ അടിഭാഗത്ത് നല്ലവണ്ണം വെള്ളം ഒഴിക്കുക. തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കുക. സൈഡൊക്കെ സ്പൂൺ വെച്ചൊന്ന് വിട്ട് ഒന്നെടുത്തതിന് ശേഷം കൈകൊണ്ട് എടുക്കുന്നതാണ് നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.